Hi friends, welcome to Nisha's home cooking. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിൽ നമ്മൾ ചെയ്യുന്നത് നല്ലൊരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് എന്ന് പറയാം, നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡ്രിങ്ക് എന്ന് പറയാം, നല്ലൊരു സ്മൂത്തിയാണ്. അത് നമുക്ക് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള വെരി ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഞാൻ 2 ബനാന എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ 2 എണ്ണം എടുത്ത് വെച്ചതുകൊണ്ട് ഇത് തീരെ ചെറുതാണ്. നിങ്ങൾക്ക് വലിയതാണെങ്കിൽ 1 എടുത്താൽ മതി. നമുക്കിത് അതിനൊന്ന് മുറിച്ചിടാം. അപ്പോൾ നമുക്ക് ഈ ബനാന ഈ മിക്സിയുടെ ജാറിലോട്ട് മുറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഓട്സ് എടുക്കാം. 4 കപ്പ് ഓട്സ്, അത് ടേബിൾ സ്പൂണിൽ പറയുകയാണ് 3 ടേബിൾ സ്പൂൺ ഓട്സ് ആണ്. ഇത് ഞാൻ ശകലം വെള്ളം ഒഴിച്ച് കുതിർത്താണ്. ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സ് ആണ്. അപ്പോൾ നമുക്ക് അതിനോട് റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെൽ, അതിനെ ഒന്ന് സോക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എനിക്ക് നല്ലതായിട്ട് തോന്നി. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി നമുക്ക് മിക്സിയിലിട്ട് സോക്ക് ചെയ്യാൻ 1/2 മണിക്കൂർ നമുക്ക് സോക്ക് ചെയ്താലും മതി കേട്ടോ. നെക്സ്റ്റ് നമുക്കൊരു 3 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കുരുവൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഓട്സ് സോക്ക് ചെയ്യാൻ വെക്കണ സമയത്ത് വേണമെങ്കിൽ അതിൻ്റെ കൂടെ വേണമെങ്കിലും ഇടാവുന്നേ ഉള്ളൂ. അങ്ങനെ കുറച്ചും കൂടി ഇത് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ബദാമാണ്. ഇത് ഞാൻ രാത്രിയിൽ വെള്ളത്തിൽ ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ സ്കിന്നൊക്കെ മാറ്റിയിട്ട് 3 എണ്ണം എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഇടാം. നെക്സ്റ്റ് നമുക്ക് കുറച്ച് സിന്നമൺ പൗഡർ, കുറച്ച് ഇത്ര മതിയേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഫ്ലാക്സ് സീഡ്സ് ആണ്, വളരെ ഹെൽത്തി ആയിട്ട് ഉള്ളൊരു സീഡ്. നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ അത്ര പിടിക്കത്തില്ല, ഇതിനകത്ത് ഇടുമ്പോഴത്തേക്ക് നന്നായിട്ട് തോന്നും. അതുകൊണ്ട് ഇതും കൂടി ഇടാം. പിന്നെ നമ്മൾ ഇതിനകത്ത് സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ടൊന്നും ചേർക്കുന്നില്ല. അപ്പം കുറച്ച് ഹണി, ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഹണിയാണ് എടുക്കുന്നത്. നമുക്ക് കുറച്ച് റോസ്റ്റഡ് പീനട്ട്സും കൂടി ഇതിനകത്തോട്ട് ഇടാം. 2 ടേബിൾ സ്പൂൺ റോസ്റ്റഡ് പീനട്ട്സും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതിനകത്തോട്ട് ഈ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നല്ല സ്മൂത്ത് ആയി. പിന്നെ കൺസിസ്റ്റൻസി ഒക്കെ നമ്മുടെ ഇഷ്ടം പോലെ കുടിക്കുമ്പോൾ ഞാനിപ്പോൾ അടിച്ചിട്ട് വരാം, അത് കഴിഞ്ഞ് നോക്കാം. അപ്പോൾ നമ്മുടെ സ്മൂത്തി ഇപ്പോൾ നന്നായിട്ട് നമ്മൾ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, അതുപോലെ നല്ല സ്മൂത്ത്, എല്ലാം നന്നായിട്ട് മിക്സായിട്ട് അടിഞ്ഞെടുക്കണം. അതുപോലെ എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കുടിക്കുമ്പോൾ ചിലപ്പം കുറച്ചും കൂടി നീട്ട് വേണോ ഹാർഡ് വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കണം. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 1/2 to 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അപ്പം അത് ഒഴിച്ചതിന് ശേഷം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഇതൊരു താല്പര്യം പോലെ ഇച്ചിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇച്ചിരി ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇച്ചിരി നട്ട്സ് മുറിച്ച് ചെയ്യാനായിട്ട് കുറച്ച് പീനട്ട്സ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വല്ല കാഷ്നട്ടോ ബദാമോ അങ്ങനെ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഇതിനകത്തോട്ട് ചേർക്കാവുന്നേ ഉള്ളൂ. ഇതെല്ലാം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ 2 ബദാമും എടുത്തു. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ കാഷ്നട്ടോ ബദാമോ ആർക്കും ടേസ്റ്റ് അനുസരിച്ച് ഇടാം. 2 ബദാമും പിന്നെ കുറച്ച് പീനട്ട്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്മൂത്തി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യാം. ഇത് വളരെ നല്ല ടേസ്റ്റി ആൻഡ് അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ്. ഇതിനകത്ത് നമ്മൾ ബനാനയും ഓട്സും എല്ലാം തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണല്ലോ ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഹെൽത്തി ആയിട്ട് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പകരം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പം ഞാൻ കുറച്ച് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റോസ്റ്റഡ് നട്ട്സും കൂടി ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടംപോലെ അത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നല്ല ക്രഞ്ചി ആയിട്ട് നമ്മൾ ഇടയ്ക്ക് കടിക്കുമ്പോഴത്തേക്ക് നല്ല ക്രഞ്ചി ആയിട്ട് വരും. അത് നല്ല രസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നീട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കാതെ. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ടാവും. അതിൽ ഓൾ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയതായിട്ടിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മളിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ, നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.